ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സുഹൃത്ത് അസൻ കുന്നുംപുറത്തിനെ കാണാൻ വന്നതാ. അപ്പൊ അസനെ കാണുമ്പോൾ എപ്പോഴും നാടകത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് അവന് ഇഷ്ടം. എങ്ങനെ പറഞ്ഞു വന്നാലും അവസാനം കരിന്തണ്ടൻ എന്ന നാടകത്തിലേക്ക് എത്തും. എനിക്ക് വയനാട് ജില്ലയിലും വയനാടിന്റെ പുറത്തും ഒട്ടനവധി എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടാക്കി തന്ന ഒരു നാടകമാണ് കരിന്തണ്ടൻ. VR സുരേന്ദ്രൻ എഴുതി കോഴിക്കോട് മലബാർ നാടക വീടാണ് 8 വർഷം മുമ്പ് ആ നാടകം അവതരിപ്പിച്ചത്. ഇപ്പോഴും കുട്ടികളുടെ നാടക ക്യാമ്പിലൊക്കെ പോകുമ്പോൾ കരിന്തണ്ടന്റെ കഥ പറഞ്ഞ് ഞാൻ കരിന്തണ്ടന്റെ ഒരു ഡയലോഗ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അസൻ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. അസന്റെ അടുത്ത് ഞാൻ 5 or 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി അസന് വേണ്ടി അത് ഞാൻ പറയുകയാണ്. കരിന്തണ്ടന്റെ അവസാന കാലം, കരിന്തണ്ടൻ 1850, 90 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ആദിവാസി യുവാവാണ്. കരിന്തണ്ടന്റെ കഥ എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ചുരം കണ്ടുപിടിച്ച ആദിവാസി യുവാവാണ്. വെള്ളക്കാരന്റെ കൊടും ക്രൂരതയ്ക്ക്, വൈദേശിക ചതിയുടെ രക്തസാക്ഷിയാണ് കരിന്തണ്ടൻ. കരിന്തണ്ടൻ മരിക്കുന്നത് കരിന്തണ്ടന്റെ കയ്യിലെ ഘടകവള ഊരിക്കളഞ്ഞതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവനെ കൊല്ലാൻ കഴിയില്ല. കരിന്തണ്ടനെ മദ്യത്തിൽ കഞ്ചാവ് നീര് ചാലിച്ചു കൊടുത്ത് കരിന്തണ്ടനെ മയക്കിക്കിടത്തി കയ്യിലെ ശക്തി കേന്ദ്രമായ ഘടകവള ഊരിക്കളയുന്നു. അപ്പൊ കരിന്തണ്ടന് മനസ്സിലായി വെള്ളക്കാരന്റെ തോക്കിൻ മുനയിൽ താൻ ഇരയാകുമെന്നു. അങ്ങനെ കരിന്തണ്ടൻ സുഹൃത്തിനോട് അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: നാങ്കളെ കുലത്തിനു വേണ്ടി വയൽനാട്ടിൽ ആദ്യം മുഴങ്ങിയത് എൻ്റെ അപ്പൻ്റെ ഒച്ചയാണ്. അതിനെ തമ്പ്രാക്കൾ ചെയ്ത് എന്താണെന്നറിയോ? മാൻ്റെ അപ്പന്റെ 2 കാലും വെട്ടിയെടുത്ത് ചളിയിൽ ചവിട്ടി താത്തി. കാല് പൈത്ത് പോയി കൂട്ടം വന്ന അപ്പൻ ചത്തപ്പോ അമ്മ പറഞ്ഞു, കരിന്തണ്ട, നീ അപ്പനെ പോലെ ജീവിക്കണോ? അപ്പനെ പോലെ ജീവിക്കാൻ നോക്കിയതാ. എല്ലാം ഞാൻ ഇല്ലാണ്ടാവണല്ലോ മലദൈവങ്ങളെ. നാന്റെ അപ്പനെ പോലെ, നാന്റെ അമ്മേനെ പോലെ കാല് പൊയ്ത്ത് മരിക്കാൻ കിടന്ന, ഒരിറ്റ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കിടന്ന മലദൈവങ്ങളെ, ഏനാരൊരിറ്റ വെള്ളത്തിനും നാന്റെ നാടിനെ രക്ഷിക്കാനാണ് ടിപ്പു വരുന്നതെങ്കിൽ ടിപ്പുവിന്റെ പടയ്ക്ക് മുമ്പിൽ നാന്റെ നാടിനെ കൊള്ളയടിക്കാനാണ് ടിപ്പു വരുന്നതെങ്കിൽ എതിർക്കാനും നാറുണ്ടാവും. കരിന്തണ്ട പോവുക, സായിപ്പിനെ നേരിട്ട് കാണും. കരിന്തണ്ട പോവുക. അങ്ങനെ പറഞ്ഞിട്ടാണ് വെള്ളക്കാരന്റെ തോക്കിൻ മുനയിലേക്ക് കരിന്തണ്ടൻ യാത്രയായത് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഇത് വാമൊഴികളായി പകർന്നു കിട്ടിയ അറിവുകളാണ്. കരിന്തണ്ടനെ കുറിച്ച് അങ്ങനെ ലിഖിതമായിട്ടുള്ള ചരിത്രമൊന്നും അത്ര പ്രാധാന്യത്തോടെ ആരും എഴുതിയിട്ടില്ല.